ഏതാണ്ട് കഴിഞ്ഞ ഒരു 19 വർഷങ്ങളായിട്ട്, കൂടിപ്പോയാൽ ഒരു 100 വർഷങ്ങളായി കേരളത്തിൽ പ്രചരിച്ചു വരുന്ന ഒരു പുതിയ വെർഷൻ ഓഫ് മഹാബലി കഥയുണ്ട്. അതിപ്രകാരമാണ്. മഹാബലി എന്ന് പറഞ്ഞൊരു ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ സുഖമായി ജീവിച്ചിരുന്നൊരു കാലത്ത് ദേവന്മാർക്ക് അസൂയ വന്നു. കേരളീയരോട്, അല്ലെങ്കിൽ മഹാബലിയുടെ പ്രജകളോട് ദേവന്മാർക്ക് അസൂയ വരുന്നു. അവർ മഹാവിഷ്ണു എന്ന് പറയുന്ന ദേവനെ പോയി കാണുന്നു. അദ്ദേഹം ഒരു വാമന രൂപത്തിൽ വന്ന് ഈ മഹാബലിയോട് 3 അടി മണ്ണ് യാചിക്കുന്നു. ദാനധർമ്മിഷ്ഠനായിട്ടുള്ള മഹാബലി അത് നൽകുകയും മായാവിയായ മഹാവിഷ്ണു വലിയൊരു രൂപം ധരിച്ചുകൊണ്ട് ആദ്യത്തെ 2 അടി കൊണ്ട് തന്നെ ആകാശഭൂമികളെയൊക്കെ അളന്നു. ഒടുവിൽ 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം പോരാതെ വന്നു. അപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. ചതിയനായ മഹാവിഷ്ണു മഹാബലിയെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോയി എന്നൊരു കഥ നമ്മളൊക്കെ കേട്ടിരിക്കും. വാസ്തവത്തിൽ ഈ കഥയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല. ഈ കഥ നമ്മളെക്കാട്ടിലും കുറച്ചും കൂടെ ഓണം കൂടുതലുണ്ടൊരു കഥയാണ്. അതിൽ കവിഞ്ഞുള്ള പ്രാധാന്യമൊന്നും ഈ കഥയ്ക്കില്ല. കാരണം പഴയ കഥകൾ, അത് പുരാണങ്ങളിലാവട്ടെ അല്ലാതെ വാമൊഴി വഴക്കങ്ങളിലാവട്ടെ, ഇത്തരമൊരു കഥ നമുക്ക് കാണാൻ സാധിക്കില്ല. പുരാണങ്ങളിലെ കഥ, പ്രത്യേകിച്ചും ഭാഗവത മഹാപുരാണം പോലുള്ള പുരാണങ്ങളിലെ കഥ, രാക്ഷസ രാജാവായ അസുര ചക്രവർത്തിയായ മഹാബലി, അദ്ദേഹം കേരളം എന്ന് പറയുന്ന നാട്ടുരാജ്യമല്ല ഭരിച്ചിരുന്നത്. അദ്ദേഹം 3 ലോകങ്ങളെയും കീഴടക്കി ഭരിച്ചിരുന്ന മഹാരാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ദേവലോകം ആക്രമിച്ച് ദേവന്മാരെല്ലാം ദേവലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. പിന്നീട് ദേവന്മാരുടെ അമ്മയായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്നു. തൻ്റെ പുത്രന് വീണ്ടും ദേവലോകം തിരിച്ചു മടക്കി കൊടുക്കാൻ വേണ്ടി, നിഷ്കാസിതനായ തൻ്റെ പുത്രനെ വീണ്ടും ദേവലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിഥി തപസ് ചെയ്യുന്നു. ഈ കഥയിൽ, പുരാണകഥയിൽ, മഹാബലി ദേവന്മാരുടേതെല്ലാം അപഹരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും അതിഥിയുടെ കുണ്ടലങ്ങളും അടക്കം ദേവന്മാരുടെ എല്ലാം അപഹരിച്ച ചക്രവർത്തിയാണ് മഹാബലി. അപ്പം അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ അമ്മയായ അതിഥി തൻ്റെ മക്കൾക്ക് വീണ്ടും തിരിച്ച് ദേവലോക സ്ഥാനം കിട്ടണമെന്നും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം തിരിച്ചു കൊടുക്കണമെന്നും ഈ ഏകാധിപതിയായ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മഹാബലിയിൽ നിന്നും അവരെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അതിന് മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് മഹാബലിയെ ചെന്ന് കണ്ട് 3 അടി മണ്ണ് യാചിക്കുകയും 3 അടി അദ്ദേഹം ദാനം ചെയ്യുകയും ആദ്യത്തെ 1-2 അടികൾ കൊണ്ട് ആകാശഭൂമികളെയെല്ലാം ഭഗവാൻ അളക്കുന്നു. 3-ാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെച്ച് മഹാബലിയെ അനുഗ്രഹിക്കുന്നു. ഇതാണ് പുരാണത്തിലെ കഥ. ഈ അനുഗ്രഹത്തിന് ശേഷം മഹാബലിയെ ബന്ധിക്കുന്നുണ്ട്, ഗരുഡൻ വരുന്നു, വരുണപാശപ്രയോഗം, അങ്ങനെയുള്ള കുറേ സന്ദർഭങ്ങൾ മഹാബലിയുടെ പുരാണങ്ങളിൽ കാണാം. പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ അത്തരം സന്ദർഭങ്ങൾ കാണാം. വിന്ധ്യാവലിയും മഹാബലിയും മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതായി കാണാം. ഒടുവിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ചക്രവർത്തിയായ മഹാബലി, അദ്ദേഹത്തിന് അഹങ്കാരം എന്ന ഒരു ദുർഗുണം ഉണ്ടായിരുന്നു. അത് അടക്കാൻ വേണ്ടി മഹാവിഷ്ണു അവതാരമെടുത്തു എന്നാണ് ഭാഗവത മഹാപുരാണം പോലെയുള്ള പുരാണങ്ങൾ പറയുന്നത്. അങ്ങനെ 3-ാം അടി മഹാബലിയുടെ ശിരസിൽ വയ്ക്കുന്ന വാമനൻ അദ്ദേഹത്തെ സുതലമെന്ന ഒരു ലോകത്തേക്ക്, ദേവന്മാർ പോലും എത്താൻ കൊതിക്കുന്നതെന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്, സുതല ലോകത്തേക്ക് അയക്കുന്നു. ഇപ്പം 3-ാമത്തെ അടി വെക്കുന്നതോടുകൂടി മഹാബലി തൻ്റെ, അതായത് മഹാവിഷ്ണുവിനെ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നത് ജഗന്നിയന്താവായിട്ടുള്ള ഈശ്വരനായിട്ടാണ്. അപ്പം ഈശ്വരന് മുമ്പിൽ ഈ ത്രിലോകങ്ങൾ നേടിയാലും അത് ഈശ്വരൻ്റെ ഒരു 3 അടിക്ക് പോലും ഇല്ല എന്നുള്ള വലിയ തത്വം അവിടെ മഹാബലിക്ക് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഉത്തമ ഭക്തനായ മഹാബലിയെ സുതലലോകത്തേക്ക് അയക്കുകയും അടുത്ത മന്വന്തരത്തിൽ അദ്ദേഹം ഇന്ദ്രനായിത്തീരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് മഹാവിഷ്ണു. ഭാഗവത മഹാപുരാണത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഉത്തമ ഭക്തരിൽ ഒരാളായിട്ടാണ് മഹാബലിയെ അവതരിപ്പിക്കുന്നത്. തൻ്റെ സർവസ്വവും മഹാവിഷ്ണു അളന്നെടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് മഹാബലിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ വിന്ധ്യാവലിയും തിരിച്ചറിയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഇവരുടെ സ്തുതി വളരെ പ്രാധാന്യത്തോടു കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗവത മഹാപുരാണം നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാബലിയുടെ കഥ പറയുമ്പോൾ മാത്രമല്ല മഹാബലിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്, മറ്റ് സന്ദർഭങ്ങളിലും മഹാബലിയുടെ മഹത്വത്തെ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും യമധർമ്മൻ ഭഗവാന്റെ മഹത്വം അല്പമെങ്കിലും അറിഞ്ഞവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഭക്തോത്തമന്മാരുടെ എല്ലാം പേര് പരാമർശിക്കുമ്പോൾ, പ്രധാനപ്പെട്ട ഭക്തന്മാരുടെ വിഷ്ണുതത്വം അറിഞ്ഞവരുടെ പേര് പരാമർശിക്കുമ്പോൾ യമധർമ്മൻ, അതുപോലെ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവൻ,
ദേവർഷിയായ ശ്രീനാരദ മഹർഷി, സനത്കുമാര മഹർഷി, സാക്ഷാൽ പരമശിവൻ എന്നിവരുടെയൊക്കെ പേര് പറയുമ്പോൾ അക്കൂട്ടത്തിൽ മഹാബലിയുടെ പേരും യമധർമ്മൻ പരാമർശിക്കുന്നതായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. എന്ന് മാത്രമല്ല 14 ലോകങ്ങളുടെ വർണ്ണനയിൽ സുതല ലോകത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ഉത്തമ ലോകമായിട്ട് സുതലത്തെ പറയുന്നു. അവിടെ മഹാബലി കൽപ്പാന്തത്തോളം ഭരിക്കുമെന്നും അവിടെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ വാമന രൂപത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നുവെന്നും ഭാഗവതത്തിൽ കാണാം.